Good morning, students. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് നോക്കാം. ഏതൊക്കെ ഒരു ഫീൽഡിൽ ഈ ഓപ്പറേഷൻ റിസർച്ചിന് സ്കോപ്പ് ഉണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. First one, business management and competitions. The operation research, business management and competition ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബിസിനസ് മാനേജ് ചെയ്യാനും അതുപോലെ ബിസിനസ്സിൻ്റെ കോമ്പറ്റീഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡിസിഷൻസ് ആർ റിസ്ക് ആൻഡ് അൺസർട്ടൺ റിലേറ്റിംഗ് ടു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ, ബിസിനസ് സ്ട്രാറ്റജി ഫോർമുലേഷൻ, ഓപ്റ്റിമം അഡ്വർടൈസ്മെൻറ്റ് ഔട്ട്ലേ, ഓപ്റ്റിമം സെയിൽസ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റ് സർവേ, അനാലിസിസ് ആൻഡ് മാർക്കറ്റിംഗ് റിസർച്ച് ടെക്നിക്സ് എക്സെട്ര. അപ്പം നമുക്കറിയാം ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പം അതിനെ മാനേജ് ചെയ്യാനും വി വാണ്ട്സ് ടു ഒപ്റ്റിമൽ ഡിസിഷൻസുകൾ അല്ലേ, നമുക്ക് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡിസിഷൻ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യേണ്ട മാക്സിമം പ്രോഫിറ്റ് അല്ലേ, നമ്മൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യണമെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യേണ്ട ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ഉള്ള ഓൾട്ടർനേറ്റീവ്സ് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ബിസിനസ്സിൽ ഓരോ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇൻ ഓർഡർ ടു ഓവർകം ദാറ്റ് പ്രോബ്ലംസ് we wants to optimal decisions. That optimal decisions is taken on the basis of operation research. അതായത് നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ കൂടെ പോകുമ്പോൾ മാനേജ്മെൻറ്റ് സയൻസിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ ഏതൊക്കെ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയും, അപ്പോൾ ആ ടെക്നിക്സുകൾ ഏതൊക്കെയാണ് ഉള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. Then agriculture and irrigation. In the area of agriculture and irrigation also useful the project management, construction of major dams, minimum cost, optimal allocation of supply and collection point for fertilizer, seeds, agriculture point and optimum mix of fertilizers. നമുക്കറിയാം ഈച്ച് ആൻഡ് എവറി സെക്ടറിലും എന്തുണ്ട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ റിസർച്ചിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസിനെ യൂസ് ചെയ്യാം. നമുക്കറിയാം അഗ്രികൾച്ചർ ഫീൽഡിൽ അല്ലെങ്കിൽ ഇറിഗേഷനിലാണെങ്കിൽ പ്രോജക്റ്റ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. നമുക്കൊരു പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പല മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം, അല്ലെ ഏതൊക്കെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം, ഏത് കോമ്പിനേഷനിൽ അത് ഉപയോഗിക്കണം, അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ റിസർച്ചിനെ ഉപയോഗിക്കാം. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓവർ ക്യാൻ യൂസ് ഫോർ ഡിസൈഡിങ് ഓപ്റ്റിമം നമ്പർ of schools and their location, optimum teacher students ratio, optimum financial outlay and training of graduate to meet the national requirements etc. അപ്പം നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫീൽഡിൽ എന്ത് ചെയ്യാം, ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡിസിഷനുകൾ എടുക്കാൻ, ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് അല്ലേ. നമുക്കറിയാം ഒരു ഡിസിഷൻ നമുക്ക് എപ്പോഴാണ് എടുക്കേണ്ടി വരിക, ദർ ഈസ് ആൻ എക്സിസ്റ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്, ദർ ഈസ് ഓൺലി വൺ വേ, ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്, no wants to take any decisions. But if there is existing n number of alternative, we wants to take some decisions അല്ലെ. ആ ഒരു ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് there is existing so many alternatives, so we wants to select the optimal one because that optimal one is providing most profitable and reducing the cost അല്ലെ. നമുക്കറിയാം ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉള്ളപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യണം ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ട്. ഏത് ഫീൽഡിലോട്ട് പോയാലും നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ റിസർച്ചിന് ഉപയോഗിക്കാം. അപ്പോൾ എഡ്യൂക്കേഷണൽ ഫീൽഡിലാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ റേഷ്യോ, അതുപോലെ ഒപ്റ്റിമൽ ഫിനാൻഷ്യൽ ഔട്ട്ലേ, അതുപോലെ ഒപ്റ്റിമം നമ്പർ ഓഫ് സ്കൂൾസ് വിത്ത് ദെയർ ലൊക്കേഷൻസ്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ഓപ്പറേഷൻ റിസർച്ചിനെ യൂസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലും ഉപയോഗിക്കാം. അപ്പം ട്രാൻസ്പോർട്ടേഷൻ മോഡൽസ് ഓർ ഓപ്പറേറ്റ് ക്യാൻ അപ്ലൈഡ് ടു റിയൽ ലൈഫ് പ്രോബ്ലം, ഫോർകാസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട്മെന്റ് റിക്വയർമെന്റ്, ഓപ്റ്റിമൽ റൂട്ടിംഗ്, ഫോർകാസ്റ്റിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻസ്, പ്രോജക്ട് മാനേജ്മെന്റ് ഫോർ റെയിൽവേസ്, ഇങ്ങനെയുള്ള സെക്ടറുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം അല്ലേ. നമുക്ക് ഏറ്റവും രീതിയിൽ നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് there is existing so many problems. In order to overcome that problems we can use the techniques of operation research or management science. Transportation models of operation over can be applied to real life problems to
ഫോക്കാസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് റിക്വയർമെൻറ്റ്സ് ഫോക്കാസ്റ്റ് ചെയ്യാനും ഓപ്റ്റിമം റൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പറേഷൻ റിസർച്ചിനെ ഉപയോഗിക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഹോം മാനേജ്മെൻറ്റ് ആൻഡ് ബഡ്ജറ്റിംഗ്. അപ്പോൾ നമുക്ക് ഹോം മാനേജ്മെൻറ്റ് അല്ലെ, നമുക്കറിയാം ഇൻ അവർ ഫാമിലി ഓർ എ ഹോം ദർ ഈസ് എക്സിസ്റ്റിംഗ് സോ മെനി പ്രോബ്ലംസ് അല്ലെ. ഇൻ ഓർഡർ ടു ഓവർകം ദാറ്റ് പ്രോബ്ലംസ് വി ക്യാൻ യൂസ് ദീസ് അല്ലെ. നമുക്ക് സേവിങ്സ്, expense to minimize savings, time management, work study method for all related work. It is also used to evaluate investment of surplus budget, select appropriate insurance of life and properties, and estimate the depreciation of optimum premium and insurance exit. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിങ്ങിൻ്റെ അകത്തും ഉപയോഗിക്കാം, ഹോം മാനേജ്മെൻറ്റിനും ഒക്കെ എന്ത് ചെയ്യാം, ഓപ്പറേഷൻ റിസർച്ചിനെ ഉപയോഗിക്കാം അല്ലേ. നമുക്ക് സേവിങ്സ് ഡിസൈഡ് ചെയ്യാം, മാക്സിമൈസിങ് സേവിങ്സ് അല്ലേ. ഇൻ ഓർഡർ ടു reducing the cost we can increase our savings അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ചിലവ് കുറയ്ക്കാം, എവിടെയൊക്കെ ചിലവ് കുറച്ചുകൊണ്ട് നമ്മുടെ സേവിങ്സിലോട്ട് അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര പോർഷൻ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അല്ലെ. ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള വേ ഏതാണ് അല്ലെ. നമുക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഒരു 10 lakh rupees ഉണ്ടെന്ന് ചോദിച്ചാൽ ആ 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണെന്ന് വിചാരിക്കുക, സേവിങ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ. ദർ ഈസ് എ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പറേഷൻ റിസർച്ചിനെ നമുക്ക് ഉപയോഗിക്കാം. ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ നിങ്ങൾ പോർട്ട്ഫോളിയോ ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ആ ഏറ്റവും ബെസ്റ്റ് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നാഷണൽ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. നമുക്ക് ഓൾസോ വി ക്യാൻ യൂസ് ഫോർ എ നാഷണൽ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. അപ്പോൾ നമ്മുടെ 5 year പ്ലാനുകളും ആനുവൽ ബഡ്ജറ്റുകളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആഫ്റ്റർ ഡിസ്കസിങ് ഓർ കണക്റ്റഡ് വിത്ത് ദി ഓപ്പറേഷൻ റിസർച്ച്. ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും ഈ ഒരു സബ്ജക്റ്റിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ടോ അല്ലേ. ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതുകൊണ്ട് MCOM സ്റ്റുഡൻസിന് എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലേ. യു വാണ്ട്സ് ടു ടേക്ക് ദി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അബൌട്ട് ദി നാഷണൽ പ്ലാനിങ് ഓർ ബഡ്ജറ്റിംഗ്. നമ്മളൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് വി വാണ്ട്സ് ടു ദിസ് സബ്ജക്റ്റ് ഓൾസോ അല്ലേ. നമുക്ക് ഒരു ഓപ്റ്റിമൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാം. വി വാണ്ട്സ് ടു ദിസ് operation research. So national estimation of a GNP, GDP and population on employment generation, agriculture yield, everything we wants to അല്ലെ. നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പറേഷനും ഒക്കെ ആവശ്യമുണ്ട്. Then defense service. Operation research is also used in a defense service. And it's the first time used in also defense service. നമ്മുടെ മിലിറ്ററിയിലാണ് ആദ്യമായിട്ട് ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഓപ്പറേഷൻ റിസർച്ച് ഈസ് യൂസ്ഡ് ഫസ്റ്റ് ടൈം ഇൻ മിലിറ്ററി ഫീൽഡിലാണ്. അവിടുന്നാണ് പിന്നീട് ഇറ്റ്സ് ടെക്നിക്സ് ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് അതർ എഞ്ചിനീയറിംഗ് എവറി ഇൻഡസ്ട്രിയൽ ഫീൽഡിലോട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഏരിയാസ് സച്ച് ഡിഫൻസ് ഫീൽഡിലൊക്കെ ന്യൂ ടെക്നോളജിയും ഒപ്റ്റിമൽ വണ്ണും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ദെൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ യൂണിറ്റ്. അതുപോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും പ്രൈവറ്റ് സെക്ടറുകളിലും ഓൾസോ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും ബഡ്ജറ്റിങ്ങിനും പ്ലാന്റ് ലൊക്കേഷൻ, പ്ലാന്റ് കപ്പാസിറ്റി, എവറിത്തിങ് പ്ലാൻ, ഫെസിലിറ്റി പ്ലാനിങ്, കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷൻ പ്ലാനിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്സുകൾ ഉപയോഗിക്കുക. എനിക്ക് തോന്നുന്നു ജാസിക് സാർ നിങ്ങൾക്ക് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ. അവിടെ നെറ്റ്വർക്ക് എന്താണ് ആക്ച്വലി നിങ്ങൾ പഠിക്കുന്നത്, എങ്ങനെ ഒരു പ്രോജക്റ്റ് വിത്തിൻ ലിമിറ്റഡ് ടൈമിൽ അല്ലേ, ടൈം റെഡ്യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത് അല്ലേ. അവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പല പാത്തുകൾ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ക്രിട്ടിക്കൽ പാത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത് അല്ലേ. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 2, 3, 4 പാത്തുകൾ ഉണ്ടായിരിക്കും എൻഡിലോട്ട്. പക്ഷെ അത് നമുക്ക് ഏറ്റവും ക്രിട്ടിക്കൽ പാത്തായിരിക്കും നമ്മൾ അല്ലേ, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പാത്തായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പല ഓൾട്ടർനേറ്റീവ്സും വേസ് ഉണ്ടായിരിക്കും. അവിടെ അതൊരു ഇൻഡസ്ട്രിയൽ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ ഈവൻ ഒരു പ്രൊട്ടക്ഷനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് നെറ്റ്വർക്ക് അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻസ്
എടുക്കാം അല്ലെ, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള. അതേപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗിലും ഓൾസോ വി ക്യാൻ യൂസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബീയിങ് ദി ഹാർട്ട് ഓഫ് ടെക്നോളജിക്കൽ ഗ്രോത്ത് അല്ലെ. നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഓൾസോ നമ്മൾ വി ആർ യൂസിങ് ദി ഓപ്പറേഷൻ റിസർച്ച്. അപ്പം നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും ബിസിനസ് മാനേജ്മെന്റിലും ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിലും because നമുക്ക് we can use the operation research because everything in every sector there is existing some decisions. Decision means there is when we want to take a decisions, there is surely existing so many alternatives or n number of alternatives. നമുക്ക് എപ്പോഴാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരിക? n number of alternatives ഉള്ളപ്പോഴാണ്. If there is existing only one alternatives, there is no decisions making. ഒരൊറ്റ ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എൻകോമിന് മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, സെൽഫ് ഫിനാൻസിൽ മാത്രം ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ദർ ഇസ് എ നോ ഡിസിഷൻ മേക്കിംഗ്. നിങ്ങൾക്ക് ഡിസിഷൻ ഒന്നും എടുക്കണ്ട. ഇപ്പം നിങ്ങൾ ഏത് കോളേജാണോ ആ ഒരൊറ്റ കോളേജ് മാത്രം ചെയ്യാനുള്ളൊരു എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യും? ഫീ കൊടുത്തിട്ട് ജോയിൻ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും എന്താണ്, സെൽഫ് ഫിനാൻസ് ഉണ്ടായിരിക്കും, എയ്ഡഡ് ഉണ്ടായിരിക്കും, അതുപോലെ ഗവൺമെൻറ് കോളേജുകൾ ഉണ്ടായിരിക്കും, ദെൻ അതർ സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ n number of decision making, there is a need to take the decisions. ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേഷൻ റിസർച്ചിനെ യൂസ് ചെയ്യാം. ദാറ്റ്സ് ഓപ്പറേഷൻ റിസർച്ച്. അപ്പോൾ വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അതായത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അതായത് പ്രൊജക്ട് മാനേജ്മെൻറ്റിലൊക്കെയാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷനുകളിലാണെങ്കിൽ പ്രൊഡക്ഷൻ സെക്ടറുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എഞ്ചിനീയറിംഗ് പ്ലസ് MPA ഒക്കെ കഴിഞ്ഞാൽ നല്ല സ്കോപ്പ് ഉണ്ടെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ദാറ്റ് മീൻസ് അവർ ഈ ഓപ്പറേഷൻ റിസർച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ MPA എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അവരുടെ സ്കോപ്പ് ആ ഒരു ഫീൽഡിലോട്ട് സ്കോപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ നല്ല സ്കോപ്പാണെന്നൊക്കെ പറയുന്നത്. സോ ഇതാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിൻ്റെ. ഞാൻ കുറച്ച് സ്കോപ്പുകളാണ് പറഞ്ഞിട്ട്, ഇതല്ല n number of സ്കോപ്പ്. അതായത് ഏത് ഏരിയ എടുത്താലും അവിടെയൊക്കെ എന്തുണ്ട്? ഓപ്പറേഷൻ റിസർച്ചിൻ്റെ സ്കോപ്പ് ഉണ്ടായിരിക്കും. ദെൻ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓപ്പറേഷൻ റിസർച്ചിനെ യൂസ് ചെയ്യാം. നിങ്ങളിനി ഗോയിങ് ത്രൂ ക്ലാസ്സുകളിൽ നമ്മുടെ ടെക്നിക്സുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്നത് ഫേസസ് ഓർ സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ റിസർച്ചിനെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ചിനെ ഉപയോഗിക്കാൻ നമുക്ക് കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. ആ സ്റ്റെപ്സ് വെച്ചിട്ടായിരിക്കും നമ്മളൊരു സാധാരണയുള്ള ഒരു പാരഗ്രാഫ് പ്രോബ്ലത്തിന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് എത്തിക്കുക. അപ്പോൾ ഫോർമുലേറ്റ് ദി പ്രോബ്ലം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? അക്വയർ ഇൻപുട്ട് ഡേറ്റ. അതായത് ഓപ്പറേഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് ആണ്. കൺസ്ട്രക്ട് ദി മോഡൽ. പിന്നെ നമ്മൾ മോഡൽ കൺസ്ട്രക്ട് ചെയ്യും. ദെൻ ആ മോഡലിനെ നമ്മൾ സോൾവ് ചെയ്യും. ആ ഒരു സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുന്നത്. ദെൻ ടെസ്റ്റ് ദി മോഡൽ സൊല്യൂഷൻ. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും. അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് സക്സസ് ആവുമോ ഫെയിലിയർ ആവുമോ എന്തെങ്കിലുമൊക്കെ ഡീഫോൾട്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ദെൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ദെൻ മോഡിഫൈ. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വാണ്ട്സ് ടു ഇവാലുവേറ്റ് അല്ലേ, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോഡിഫൈ ചെയ്യും. എസ്റ്റാബ്ലിഷിങ് കൺട്രോൾ ആവുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർമുലേറ്റ് ദി പ്രോബ്ലം. നമ്മൾ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണം അല്ലേ. പ്രോബ്ലം ഉള്ളപ്പോൾ മാത്രമാണ് ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റിംഗ് ദി പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ഓപ്പറേഷൻ റിസർച്ച് അനലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഓപ്പറേഷൻ റിസർച്ച് അനലിസ്റ്റ് ആണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചെയ്യും? പ്രോബ്ലം എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്യും. ആ ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പല ഒബ്സർവേഷനുകളും റിസർച്ചുകളും കോൺഫറൻസുകളും കണ്ടിന്യൂസ് ആയിട്ടുള്ള വിസിറ്റുകളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും എന്താണ് പ്രോബ്ലം എന്ന് അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം
ആ അനലൈസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ തന്നെ ഫസ്റ്റ് ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ് എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ റിസർച്ച് 2 ഒബ്ജക്റ്റീവായിട്ട് ഉണ്ടായിരിക്കുള്ളൂ. ഒന്നുകിൽ മിനിമൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ആയിരിക്കും. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, നിങ്ങളിപ്പോൾ ഒരു ഓപ്പറേഷൻ റിസർച്ച് സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കിടെ ഓർഗനൈസേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. അവിടെ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആ ഒരു ഓർഗനൈസേഷനിൽ പ്രോബ്ലം എന്ന് വിചാരിക്കുക. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു 2 or 3 മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് കോമ്പിനേഷനിൽ ഉപയോഗിക്കണം, അങ്ങനെയുള്ള പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ABC 3 മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 3 മെറ്റീരിയൽ ഉപയോഗിക്കണമെങ്കിൽ ഏത് കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്താണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഇതാണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുക. അതാണ് ഫോർമുലേറ്റിംഗ് ദി പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ അക്വയറിംഗ് ഇൻപുട്ട് ഡാറ്റ. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അതായത് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ പ്രോബ്ലം എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യും. അതായത് ഏതൊക്കെ fact that without authentic and appropriate data to result operate OR models cannot be trusted. അപ്പോൾ നമുക്ക് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആവശ്യമാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡേറ്റാസും ഫാക്റ്റുകളും ഒക്കെ കളക്ട് ചെയ്യും. അതായത് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പ്രൊഡക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പം ആ പ്രൊഡക്ഷൻ്റെ എന്താണ് പ്രോബ്ലം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നത്, മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിലാണോ പ്രോബ്ലം, എന്താണ് കാരണം, അങ്ങനെയുള്ള ഈവൻ A to Z നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യും. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് എ മോഡൽ. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള പ്രോബ്ലം ഇതൊരു പാരഗ്രാഫായിട്ടോ 10 or 20 പേജുകളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാഫ് പാരഗ്രാഫ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. അതിനെ നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഡെവലപ്പ് മോഡൽ വിച്ച് ഈസ് റെപ്രസെൻറ്റ് സം റിയൽ ഓർ അബ്സ്ട്രാക്ട് സിറ്റുവേഷൻ. നമ്മുടെ ഈ സിറ്റുവേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, മാത്തമാറ്റിക്കൽ മോഡൽസുകളായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നാലാണ് ഇക്വേഷൻസുകളും മോഡൽസുകളായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഓപ്പറേഷൻ റിസർച്ചിലെ ടെക്നിക്സുകളോ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. OR മോഡൽസ് ആർ ബേസിക്കലി മാത്തമാറ്റിക്കൽ മോഡൽസ് റെപ്രസെൻറ്റിംഗ് ദീസ് സിസ്റ്റംസ്. അതായത് ബേസിക്കലി ഓപ്പറേഷൻ റിസർച്ച് മോഡൽ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡൽസുകളായിരിക്കും. റെപ്രസെൻറ്റിംഗ് ദി സിസ്റ്റം മീൻസ് നമ്മുടെ എന്തുമായിട്ടാണോ റിലേറ്റഡ് ആയിട്ടുള്ള ഓർ പ്രോസസ് ഓർ എൻവയോൺമെൻറ്റ് എന്തുമായിട്ടാണോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻ, റിലേഷൻഷിപ്പ് ഓർ ഫോർമുലാസ്. നമ്മൾ ഒന്നെങ്കിൽ ഫോർമുലാസ് ആയിട്ടോ ഇക്വേഷൻസ് ആയിട്ടോ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാത്തമാറ്റിക്കൽ മോഡലുകളായിട്ട് ഈ പ്രോബ്ലംസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്റ്റെപ്പ്. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും, എന്താണ് പ്രോബ്ലം എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ അക്വയർ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും കണ്ടുപിടിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് ആ പ്രോബ്ലത്തിനെ നമ്മൾ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യും. ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോബ്ലം കണ്ടുപിടിച്ച് വെച്ചിട്ട് എ മാനുഫാക്ചർ ഓഫ് എ ഫർണിച്ചർ മെയ്ഡ് 2 പ്രോഡക്റ്റ്, ചെയർ ആൻഡ് ടേബിൾ എന്ന് പറയുന്ന 2 സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് this product is 2 machines ആണ്. A and B എന്ന് പറയുന്ന 2 മെഷീനറീസ് ഉപയോഗിച്ചിട്ടാണ് പ്രൊഡ്യൂസ്. A chair requires 3 hours on machinery and 6 hours on machine B. A എന്ന് പറയുന്ന ചെയർ ആവശ്യം 3 മണിക്കൂർ മെഷീൻ എയിലും വർക്ക് ചെയ്യണം, 3 മണിക്കൂർ ബിയിലും വർക്ക് ചെയ്താലാണ് ഇതൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. A table requires ഒരു ചെയർ മാറാനായിട്ട്. ഇനി അടുത്തൊരു ടേബിൾ 5 hours ഇൻ മെഷീനറി എയിലും 3 hours ഇൻ മെഷീനറി ബിയിലും വർക്ക് ചെയ്താൽ മാത്രമാണ് മെഷീൻ എ ഈസ് അവൈലബിൾ.
മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാൻ കഴിയുള്ളൂ. ഇനി മൊത്തത്തിൽ എ മെഷീൻ ഈസ് അവൈലബിൾ 16 hours, മൊത്തത്തിൽ 16 മണിക്കൂറാണ് എ എന്ന് പറയുന്ന മെഷീനറി വർക്ക് ചെയ്യുള്ളൂ. ദെൻ ബി എന്ന് പറയുന്ന മെഷീനറി 30 hours ഇൻ എ വീക്ക്, ഒരാഴ്ചയിൽ വർക്ക് ചെയ്യുള്ളൂ. എ ചെയർ കോൺട്രിബ്യൂട്ട് ടുവാർഡ്സ് പ്രോഫിറ്റ്, എ എന്ന് പറയുന്ന ചെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിലോട്ട് 2 rupees 2 ആണ്. ബി എന്ന് പറയുന്ന ദെൻ ടേബിൾ 10 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. വാട്ട് ഷുഡ് ബി ദി നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി പ്രൊഡ്യൂസ്. അപ്പം നമുക്ക് ദി കമ്പനി വാണ്ട്സ് ടു മാക്സിമം പ്രോഫിറ്റ്, ഫോർമുലേറ്റ് LPP എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എങ്ങനെയാണ് ഈ സംഭവം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ, ഇത് ഇപ്പോൾ നിങ്ങളുടെ ഒരു പാരഗ്രാഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളൊരു പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾ ഡിഫൈൻ ചെയ്തു, മാക്സിമം പ്രോഫിറ്റ് ആണ് ഈ കമ്പനീൻ്റെ ലക്ഷ്യം. ദെൻ ഇവിടെ കുറച്ച് 2 മെഷീനറീസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെയർ പ്രൊഡ്യൂസ് ചെയ്യണം, ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പാരഗ്രാഫായിട്ടൊക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, നിങ്ങൾ 3rd സ്റ്റെപ്പിൽ പറഞ്ഞ കൺസ്ട്രക്ട് ഇൻടു മോഡൽസ്, നമ്മളിതിനെ നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എന്ത് ചെയ്യാം, ഇക്വേഷൻസുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ഇത് പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇക്വേഷൻസുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇങ്ങനെ ഇക്വേഷൻസ് മാത്തമാറ്റിക്കൽ മോഡലുകളായിട്ട് റിലേഷൻഷിപ്പുകളായിട്ട് മാറ്റുന്നതാണ് നമ്മൾ 3rd സ്റ്റെപ്പിൽ പറയുന്നത് കൺസ്ട്രക്ട് മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ പാരഗ്രാഫ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെ വളരെ കുറച്ച് ചുരുക്കി 2 ഇക്വേഷനായിട്ട് എന്ത് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ആപ്റ്റ് ആയിട്ടുള്ള ടൂൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ റിസർച്ചിലെ ടൂളുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഡിസിഷൻസ്, നമുക്ക് പല ഡിസിഷനുകളായിട്ട് മാറ്റാൻ കഴിയുന്നുണ്ടാവും. ഇതാണ് 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് സോൾവിങ് ദി മോഡൽസ്. നിങ്ങൾ ഈ ഇപ്പോൾ കണ്ടില്ലേ ഇക്വേഷൻ, ആ ഇക്വേഷൻസിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പല ടൈപ്പ് ഓഫ് ടൂൾസുകൾ നമ്മുടെ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് ഗ്രൂപ്പിൽ, ഏതൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്സുകൾ. അപ്പോൾ നമുക്കതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. നിങ്ങളുടെ സിലബസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഓരോ ചാപ്റ്ററുകളിലും പല പല ടെക്നിക്സുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. മോഡൽസ് യൂസിങ് അനലിറ്റിക്കൽ മെത്തേഡ്, ന്യൂമറിക്കൽ മെത്തേഡ്, സിമുലേഷൻ ടെക്നിക്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടെക്നിക്സുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ദെൻ ടെസ്റ്റിംഗ് ദി മോഡൽ സൊല്യൂഷൻസ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ടുപിടിച്ച സച്ച് എ സൊല്യൂഷൻ ഈസ് നോട്ട് ഇംപ്ലിമെൻറ്റഡ് ഇമ്മീഡിയറ്റ്ലി, സൊല്യൂഷൻ യൂസ് ടെസ്റ്റ് മോഡൽ ആൻഡ് ടു ഫൈൻഡ് ദി ലിമിറ്റേഷൻ ഈവൻ. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഡിസിഷൻസ് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. അതായത് നിങ്ങളിപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തെന്ന് വിചാരിക്കുക, എത്ര ചെയർ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് പ്രോഫിറ്റബിൾ ആണെന്ന്, അത് നമ്മൾ ഒന്നായിട്ട് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. ടെസ്റ്റ് മോഡൽസ് നമ്മൾ 1 2 ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക, അതാണ് ടെസ്റ്റ് മോഡൽ. ഇനി ഈ ടെക്സ്റ്റ് മോഡൽ സക്സസ് ആണെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് ദി സൊല്യൂഷൻ, ആക്ച്വൽ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, ദി റിസർച്ച് ഇസ് നോട്ട് കംപ്ലീറ്റ് അണ്ടിൽ ദി സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുവോളം നമ്മുടെ റിസർച്ച് സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റെപ്സുകളൊക്കെ സക്സസ് ആണെന്ന് പറയാൻ കഴിയില്ല. ഫോർ ദിസ് പർപ്പസ് നമ്മൾ ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമ്മുടെ ടെസ്റ്റ് മോഡൽ സക്സസ് ആണെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റിംഗ് ദി സൊല്യൂഷൻ. അപ്പോൾ സോൾവിങ് ദി മോഡൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിലെ ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വലി ടെസ്റ്റിനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് സക്സസ് ആണെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം, മോഡിഫൈയിങ് ദി മോഡൽസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ടെക്നിക്സ് സക്സസ്ഫുൾ ആണോ എന്ന് നോക്കും. സക്സസ്ഫുൾ ആണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ, അതർവൈസ് വി ആർ മോഡിഫൈ അല്ലേ. ഫൗണ്ട് ഡ്യൂറിങ് ദി വാലിഡേഷൻ ദാറ്റ് മോഡൽ ഡസ് നോട്ട് പ്രഡിക്റ്റ് ദി ബിഹേവിയർ ഓഫ് സിസ്റ്റം ആഡിക്വേറ്റ്ലി ടു ബിക്കം നെസസറിലി മോഡിഫൈഡ് അല്ലെ. നമുക്ക് ഓരോ സിറ്റുവേഷനും മോഡിഫൈ ചെയ്യേണ്ടി വരും, ബിക്കോസ് ദർ ഈസ് എ ചേഞ്ചസ് ഇൻ എക്കണോമി ആൻഡ് എൻവയോൺമെന്റ്. സോ വി വാണ്ട്സ് ടു ചേഞ്ച് ഓൺ ദി ബേസിസ് ഓഫ് അവർ എക്കണോമി ഓർ എൻവയോൺമെന്റ്സ്.
So next last step, establishing control over the solution. Then we want to control proper if there is existing any planning, there must be control. നമുക്ക് planning ഉണ്ടെങ്കിൽ there must be a control അല്ലെ, എന്നാൽ മാത്രമാണ് it's become a successful അല്ലെ research. അപ്പോൾ നമുക്ക് we want to establishing control over the solution. സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ഓവർ ചെയ്യണം. അതായത് നമ്മൾ എപ്പോഴും ഒരു കൺട്രോൾ ചെയ്ത് മോഡിഫൈ ചെയ്ത് വേണം കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ ദീസ് ആർ ദി സ്റ്റെപ്സ് ഫോർ എ ഓപ്പറേഷൻ റിസർച്ച്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടി ഒന്ന് മൈൻഡിൽ വെക്കുക, ഫേസസ് ഓർ സ്റ്റെപ്സ് ഓഫ് എ ഓപ്പറേഷൻ റിസർച്ച്. അപ്പം ഇതോടുകൂടി ഞാൻ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇനിയുള്ള ചാപ്റ്ററിലോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടൂൾസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോട്ടായിട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും നോക്കുക. ഓക്കെ, ബൈ.